കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ കൊറോണയ്ക്ക് ശേഷം പുതിയതായിട്ട് ആളുകാർ വരുന്നതിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാകുന്നു. 2021 വരെ മാർക്കറ്റിലും അതിൻ്റേതായ ഒരു വലിയ ഗ്രോത്ത് ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്ര ആളുകൾ വന്നതുകൊണ്ടാണോ കഴിഞ്ഞ 2 വർഷമായിട്ട് മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല? ഇപ്പം നമ്മൾ നിഫ്റ്റിയുടെ നമ്മുടെ മേജർ ഇൻഡെക്സ് ആണ് നോക്കുന്നതെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിൽ നമുക്ക് ഒരു റിട്ടേണും നിഫ്റ്റി തന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്തായിരിക്കും ഫ്യൂച്ചർ സ്കോപ്പ്? മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ തിയററ്റിക്കലി എന്നും പറയണമെങ്കിലും നമുക്ക് ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ലോങ് ടൈമിലേക്ക് ഒരു 5 വർഷം ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്നുള്ളൊരു കാര്യം. നമ്മൾ ഞാൻ ചില ടൈമിൽ നമ്മളുടെ ഓരോ ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ലോങ് ടൈമിനാന്ന് പറയും. പക്ഷേ എന്നാലും ഒന്ന് എപ്പോഴും ആപ്പ് എടുത്തൊന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇത് പ്രോഫിറ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ നോക്കുന്ന കാര്യം വെച്ചാൽ കുറേ നാൾ മൂവ്മെൻ്റ് ആവാണ്ടാകുമ്പോൾ അവരെടുത്ത് വിൽക്കും. അപ്പോൾ അവർ പതുക്കെ അത് ട്രേഡറായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഭാഗ്യത്തിന് കോവിഡ് ടൈമിലൊക്കെ പെട്ടെന്ന് ഒരു ലിക്വിഡിറ്റിയൊക്കെ വന്ന് പെട്ടെന്ന് മാർക്കറ്റ് ഒന്ന് ബൂമായി പോയി. ആ കോവിഡ് ടൈമിൽ താഴ്ന്നു വന്നിട്ട് ഒരു 30% താഴ്ന്നു വന്നിട്ട് പിന്നെ നടന്ന് ഒരൊറ്റ പോക്കാണ് പോയത്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ കണ്ടപ്പോൾ കുറേ ആൾക്കാർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് മിസ്സായ ടൈമിൽ നമ്മളിപ്പോൾ വാശിക്ക് വന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ടെൻഷനാണ് അല്ലേ, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടില്ല, നമ്മുടെ എക്സ്പെക്ടേഷനിൽ കുറച്ച് വ്യത്യാസം വന്നെങ്കിൽ തോന്നുന്നത്